അപ്പോൾ നിങ്ങൾ തലപ്പാറ അതിൻ്റെ ഏകദേശമൊക്കെ പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നല്ല വീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് റോഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഫൈനലായിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. ഇനിയും പൊളിക്കാത്ത ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മാർക്ക് ചെയ്തു പോകും. പിന്നെ അവരായിരിക്കും അത് പൊളിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാം അവർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ മാർക്കാണ്. അതായത് ഇനി അവസാനത്തെ ഒരു മാർക്കാണ്. അത് ആ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തില്ല കഴിഞ്ഞാൽ റോഡിൻ്റെ ആളുകൾ തന്നെ പൊളിക്കും. അപ്പോൾ നമ്മുടെ റോഡ് എത്രയും പെട്ടെന്ന് റോഡിൻ്റെ പണി ചില ഭാഗത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇടിമേൽക്കൽ ഭാഗത്തൊക്കെ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അല്ലാത്തടത്ത് അവരൊന്നും കൂടി മാർക്കിട്ട് പോവാണ്, പിന്നെ അവർ പൊളിക്കുകയാണ്. ഇവിടെയൊക്കെ റോഡ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി റോഡിൻ്റെ ആളുകൾ പണി ആരംഭിക്കാനുള്ളൂ ഈ ഭാഗത്തൊക്കെ. പിന്നെ റോഡ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ റോഡിൻ്റെ ഹൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഓരോ ഭാഗത്തിനനുസരിച്ച് ഹൈറ്റ് ഇല്ലാത്തടത്ത് ചിലപ്പോൾ 1.5 മീറ്റർ ഉയർച്ച ഉണ്ടാവും, ചില ഭാഗത്ത് 1/2 മീറ്റർ ഒക്കെ ലെവലായിട്ടായിരിക്കും എടുക്കുക എന്നാണ് അവർ പറഞ്ഞത്. ഇനി നമുക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. കാരണം രാമനാട്ടുകര വരെ എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി വേഗത കൂടും. നല്ല വേഗതയിലാണ് ഇനി പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റോഡൊക്കെ ഫുൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിൽഡിങ്ങുകളുടെ എല്ലാ ചുമരുകളൊക്കെ തട്ടി മാറ്റിയതായിട്ടും കാണാം. അതൊക്കെ നിരപ്പാക്കണ ഇതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി അടുത്ത ചേളാരിയിലെത്തും. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ബൈക്കിന് ഓടിച്ച് പോകുന്നത് കൊണ്ട് ക്യാമറ ഭയങ്കര കുറച്ച് വെട്ടുന്നൊക്കെ ഉണ്ട്. പക്ഷെ 4 വീലാകുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല. ബൈക്കാകുമ്പോൾ എല്ലാ ഭാഗത്തും നിർത്തി വെച്ചൊക്കെ ചെയ്യാം. മറ്റേ 4 വീലാകുമ്പോൾ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ചെയ്യാനൊന്നും കഴിയില്ല. ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് ജർക്കിങ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, അത് സഹകരിക്കുക. അപ്പോൾ
അപ്പോൾ നമ്മൾ ചേളാരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേളാരിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴൊന്നും ചേളാരിയിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല രീതിയിൽ തന്നെ 90% ക്ലിയറായി എന്ന് നമുക്ക് പറയാം. കിട്ടിയാ നിങ്ങൾക്ക് ബിൽഡിങ്ങുകളൊക്കെ കാണാം. അതിൻ്റെ മുൻവശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റോഡിന് വീതിക്ക് പാകാക്കിയിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ബിൽഡിങ്ങുകളൊക്കെ. അങ്ങനത്തെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ മുമ്പ് കാണുന്നുണ്ടാവും, വീതിയിൽ നമ്മൾ റോഡിന് വേണ്ടി സ്ഥലമൊക്കെ ക്ലിയർ ചെയ്ത് വെച്ച സ്ഥലങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി റോഡിൻ്റെ ആളുകൾ തന്നെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. നമ്മളെ പാണാമ്പ്ര വളവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതന്നെ അതിൻ്റെ പേര് തോന്നണേ. നമ്മുടെ സിനിമാ നടൻ ജഗതി ശ്രീകുമാറിന് അപകടം സംഭവിച്ച ആ സ്ഥലമാണിത്. അതിന് നേരെ എതിർ സൈഡിലാണിപ്പോൾ നമ്മുടെ ഫില്ലറുകൾ, ഓരോ കാലുകൾ വെച്ചിട്ടുണ്ട്, ഓരോ തൂണുകൾ ഇങ്ങനെ വരിക്കായിട്ട് റോഡിൻ്റെ ആളുകൾ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വീതിയിൽ തന്നെയാണ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെന്നിയൂപറമ്പിൽ കണ്ടതുപോലെ തന്നെ റോഡിൻ്റെ ആളുകൾക്ക് നിൽക്കാനും, അതുപോലെ തന്നെ അവിടെ പണി സാധനങ്ങൾ, അതുപോലെ സിമൻറ്റ്, എംസാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള വലിയൊരു ഒഴിഞ്ഞ സ്ഥലം ഇവിടെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും വീഡിയോയിൽ. അതിൻ്റെ ഉൾഭാഗമാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ചേളാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇടിമുഴക്കിലെത്താനാവുമ്പോഴുള്ള സ്ഥലങ്ങളാണ്. അല്ല, യൂണിവേഴ്സിറ്റിൻ്റെ ഇത് കഴിഞ്ഞാലാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത്. ഇവിടെ 2-3 ഭാഗത്ത്
ഇതുപോലെ എംസാൻഡ് ഇതൊക്കെ കൂട്ടിയിട്ടതായിട്ട് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അവിടെ JCB കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വെന്യൂ പറമ്പിലുള്ള അത്ര ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അതിൻ്റെ ഉള്ളേരിക്കൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. യൂണിവേഴ്സിറ്റി എത്താനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം യൂണിവേഴ്സിറ്റിയുടെ കവാടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുണ്ടാവും നമ്മുടെ റോഡിൻ്റെ ആളുകൾ തന്നെ കയറുകളൊക്കെ ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് അളവ് തിട്ടപ്പെടുത്തി വെച്ചതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും. വീഡിയോയുടെ ലെങ്ത്ത് കൂടിയത് കൊണ്ട് മൂന്നാം പാർട്ടിൽ നമുക്ക് രാമനാട്ടുകാർ അതുപോലെ ഇടിമുക്കൽ രാമനാട്ടുകാർ ചേലാമ്പ്ര ഭാഗത്തുള്ള വീഡിയോ കാണാം. അവിടെ നമുക്ക് റോഡിൻ്റെ നീക്കിയത് അതുപോലെ വീതി കൂട്ടി റോഡ് അധികൃതർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ നമുക്കിനി അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് കാണുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലെത്തും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ വീണ്ടും വരാം. നമുക്ക് മൂന്നാം പാർട്ടിൽ വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്.